സിപിഐക്ക് തിരുവനന്തപുരം സീറ്റ് നൽകിയതിനെതിരെ ജെഡിഎസ് കഴിഞ്ഞ പ്രാവശ്യത്തെ മോശം പ്രകടനത്തിന് ശേഷവും സീറ്റ് സിപിഐക്ക് നൽകിയത് ധാർമ്മികമായി ശരിയല്ല എന്ന് ജോസ് തെറ്റിയിൽ പറഞ്ഞു. സീറ്റുകൾ സിപിഎമ്മും സിപിഐയും വീതിച്ചെടുത്ത നടപടി ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം സീറ്റ് ഇക്കുറിയും സിപിഐക്ക് നൽകിയതിനെതിരെയാണ് ജെഡിഎസിന്റെ വിമർശനം. കഴിഞ്ഞ തവണ സിപിഐ മൂന്നാം സ്ഥാനത്തായ സീറ്റ് സിപിഐക്ക് വീണ്ടും നൽകിയത് ധാർമ്മികമായി ശരിയല്ലെന്ന് ജോസ് തെറ്റിയിൽ പറഞ്ഞു. സിപിഐ ഉൾക്കൊള്ളുന്ന സിപിഐയുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ മൂന്നാം കക്ഷിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ അടുത്ത കാലത്തെങ്ങാനും ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തതും സംഭവിച്ചിട്ടില്ലാത്തതുമായ സ്ഥിതിയിലേക്ക് വന്ന തിരുവനന്തപുരം സീറ്റ് വീണ്ടും സിപിഐക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. ആ സിറ്റുവേഷനിലൊരു സീറ്റ് വീണ്ടും അവർക്ക് കൊടുക്കുന്നത് തന്ത്രപരമായി ശരിയായിരിക്കില്ല. തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും സിപിഎമ്മും സിപിഐയും മാത്രം പങ്കിട്ടത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും ജോസ് തെറ്റിയിൽ പറഞ്ഞു. ഞങ്ങളത് ആ കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാനുള്ളത് പോയി കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ മാത്രം 20 സീറ്റുകൾ വിഭജിച്ചെടുത്താൽ ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതം ജനങ്ങളിൽ നിന്നുണ്ടാകും എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനെ ജയിപ്പിക്കുന്നത്. സീറ്റ് നേടിയെടുക്കുന്നതിൽ ജെഡിഎസ് നേതൃത്വത്തിന് വീഴ്ചയുണ്ടായോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. കെ കൃഷ്ണൻകുട്ടി ദൃഢമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചുനിന്ന ജെഡിഎസിന് എന്തുകൊണ്ടും സീറ്റ് ലഭിക്കാൻ മറ്റേത് ഘടകകക്ഷികളെക്കാളും യോഗ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജെഡിഎസ് മത്സരിച്ച കോട്ടയം സീറ്റ് സിപിഎം തിരിച്ചെടുത്ത സാഹചര്യത്തിൽ കൂടിയാണ് ജോസ് തെറ്റേലിന്റെ വിമർശനം. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം SS ശരൺ, News 18 കൊച്ചി.